അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ഫിഷ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഫിഷിന്റെ ഫില്ലറ്റാണ് എടുത്തേക്കുന്നത്. അത് ഞാനിവിടെ കനം കുറച്ചിട്ട് ഇതേപോലെ കുറച്ച് നീളത്തിലുള്ള പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. ഇതിലേക്ക് നമ്മൾ ബാറ്റർ ഉണ്ടാക്കിയിട്ട് ഏറ്റവും ആദ്യം തന്നെ നമ്മൾ ഫിഷ് വറുത്തെടുക്കും. അപ്പോൾ നമുക്ക് ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടി സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. കോൺഫ്ലവർ എന്തോരം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫിഷിന് നല്ല തിക്ക് കോട്ടിങ് വേണം. അപ്പോൾ അതനുസരിച്ചിട്ട് കോൺഫ്ലവർ ചേർക്കാം. പിന്നെ 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി വേണം, ഒരു മുട്ട വേണം. അരിപ്പൊടിയും മുട്ടയും കൂടി നമ്മൾ ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിഷ് നമ്മൾ വറുത്തെടുത്ത് കഴിയുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളകിൻ്റെ പൊടി, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്. ഇതെല്ലാം കൂടിയിട്ട് ഏറ്റവും ആദ്യം മിക്സ് ചെയ്തിട്ട് നല്ല തിക്കായിട്ടുള്ള ബാറ്റർ ആക്കണം. അതിലേക്ക് ഫിഷും കൂടി മിക്സ് ചെയ്തിട്ട് ഫിഷ് നമ്മൾ ഏറ്റവും ആദ്യം ഫ്രൈ ചെയ്തെടുക്കണം. ഈ നമ്മൾ ഫിഷ് നമ്മൾ വറുത്തെടുത്ത് കഴിഞ്ഞിട്ടാണ് ഇത് നമ്മൾ ചില്ലി ഫിഷ് ആക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വെച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ചില്ലി പേസ്റ്റാണ്. ചില്ലി പേസ്റ്റ് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ചില്ലി പേസ്റ്റ് ഒന്നെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങാം, അല്ലെങ്കിൽ ചില്ലി പേസ്റ്റ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ചില്ലി പേസ്റ്റ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണക്കമുളകിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ ഉണക്കമുളക് നന്നായിട്ട് സോഫ്റ്റ് ആവണവരെ നന്നായിട്ട് വേവിക്കാം. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വിനീഗറും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. പിന്നെ വേണ്ടത് മല്ലിയില, പിന്നെ നാരങ്ങ നീര് വേണം, പിന്നെ 1.5 ടേബിൾ സ്പൂൺ സോയാ സോസ്, പിന്നെ ചതച്ചെടുത്ത ഉണക്കമുളക്, പിന്നെ വേണ്ടത് സവോളയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയൊരു സവോള ഇതേപോലെ കുറച്ച് വലിയ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ സവാള നമ്മൾ ഏറ്റവും ആദ്യം വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഇതേപോലെ നമ്മൾ ഓരോ അല്ലിയായിട്ട് ഇങ്ങനെ വിടർത്തിയിടണം. പിന്നെ വേണ്ടത് ക്യാപ്സിക്കമാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ റെഡും എടുത്തിട്ടുണ്ട്, ഗ്രീനും എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഞാനിവിടെ ഇതേപോലെ കുറച്ച് വലിയ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാതെങ്കിൽ ചില്ലി ഫിഷ് ആക്കാമെന്ന്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ബാറ്റർ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു പാത്രം എടുക്കാം. ഇതിലേക്ക് നമുക്ക് ഏറ്റവും ആദ്യം കോൺഫ്ലവർ ചേർക്കാം. നമുക്കൊരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കാം. ഇതിലേക്ക് അരിപ്പൊടി ചേർക്കാം, കുരുമുളകിൻ്റെ പൊടി ചേർക്കാം. കുരുമുളകിൻ്റെ പൊടിക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. സോയാ സോസ് ചേർക്കാം. ഒരു മുട്ട ചേർക്കാം. മുട്ട ചേർക്കുമ്പോൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് ചേർക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് ഏറ്റവും ആദ്യം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്താൽ മതി. ഇതിലേക്ക് വെള്ളം ചേർക്കാം. ഇപ്പോൾ ഫിഷിലേക്കുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ കുറച്ച് തിക്കായിട്ടിരിക്കണം, ഒരുപാട് വെള്ളം പോലെ ഇരിക്കരുത്. ഇതിലേക്ക് നമുക്ക് ഫിഷ് ചേർക്കാം. ഫിഷിൽ ഞാൻ ഓൾറെഡി നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ മിക്സ് കുറച്ച് വെള്ളം പോലെയാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കോൺഫ്ലോർ കൂടി ചേർക്കാം. ഇപ്പോൾ ഫിഷിലേക്കുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഫിഷിന് നല്ലൊരു തിക്ക് കോട്ടിങ് കിട്ടിയിട്ടുണ്ട്. ഇതെടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഫിഷ് വറുത്തെടുക്കാനുള്ള എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓരോ പീസായിട്ട് ഫിഷ് ചേർക്കാം. സൈഡ് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. നമുക്ക് മറ്റേ സൈഡും കൂടി തിരിച്ചിടാം. ഇപ്പോൾ ഫിഷ് 2 സൈഡും നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഈ എടുത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഈ ഫിഷ് നമ്മളിങ്ങനെ വറുത്തെടുക്കുമ്പോൾ ഒട്ടും എണ്ണയൊന്നും കുടിക്കില്ല അധികം. ഇപ്പോൾ ഫിഷ് എല്ലാവരും വറുത്തെടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ചില്ലി ഫിഷ് ഉണ്ടാക്കാം. ഇനി നമുക്ക് ചില്ലി ഫിഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. ഞാൻ ആ ഫിഷ് വറുത്തെടുത്ത ഓയിലിൽ നിന്ന് കുറച്ച് ഓയിലാണ് ചേർക്കുന്നത്. അത് നമ്മൾ മീറ്റൊക്കെ വറുത്തെടുത്ത എണ്ണയാണെങ്കിൽ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീറ്റിൻ്റെ ഫാറ്റൊക്കെയും ആ ഓയിലുണ്ടാവും. ഇത് ഫിഷ് ആയതുകൊണ്ട് ഈ സെയിം ഓയിൽ തന്നെ നമുക്ക് എടുക്കാം. ഇപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചേക്കണ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം.
ഇത് ഓയിലിൽ കിടന്നിട്ട് ചെറുതായിട്ടൊന്ന് മൊരിയണം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന ഉണക്കമുളക് ചേർക്കാം. ഈ ഉണക്കമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. ഇതിലേക്ക് ചില്ലി പേസ്റ്റ് ചേർക്കാം. ഈ ചില്ലി പേസ്റ്റൊക്കെയും ഈ എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മൊരിയണം. ചില്ലി പേസ്റ്റൊക്കെ നമ്മൾ കടയിൽ നിന്ന് റെഡിമെയ്ഡായിട്ട് വാങ്ങുന്നതിനേക്കാളും നല്ലത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. ചില്ലി പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. ഈ ഉണക്കമുളകും ചില്ലി പേസ്റ്റൊക്കെയും എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സവോള ചേർക്കാം. ഇതിലേക്ക് ക്യാപ്സിക്കം ചേർക്കാം. ഈ ക്യാപ്സിക്കവും സവോളയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായാൽ മതി. അപ്പോൾ സവോളയും ക്യാപ്സിക്കവും ഒക്കെ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സോയാ സോസ് ചേർക്കാം. ഞാൻ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ സോയാ സോസും ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് വറുത്ത് വെച്ചേക്കുന്ന ഫിഷ് ചേർക്കാം. മല്ലിയില ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമുക്ക് നാരങ്ങയുടെ നീര് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് നാരങ്ങയുടെ നീര് ചേർക്കാം. ഒരു 5 മിനിറ്റും കൂടിയും ഇതേപോലെ തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ക്യാപ്സിക്കവും ആ സവോളയും ആ സോയാ സോസും എല്ലാവരും ഫിഷിൽ നന്നായിട്ട് മിക്സ് ആവും. ചില്ലി ഫിഷ് ഉണ്ടാക്കുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഒട്ടും വെള്ളമൊന്നും ചേർക്കരുത്. ഇത് നല്ല ഡ്രൈ ആയിട്ടിരിക്കണം. അതായിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ചില്ലി ചിക്കനൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ചിക്കൻ്റെ സ്റ്റോക്കൊക്കെ ചേർക്കും. പക്ഷേ ഫിഷ് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ചേർക്കരുത്. ഫിഷ് എപ്പോഴും നല്ല ഡ്രൈ ആയിട്ടിരുന്നാൽ മാത്രമേ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അത് ഭയങ്കര മുഷിയായിപ്പോവും. നമ്മുടെ ചില്ലി ഫിഷ് റെഡി ആയിട്ടുണ്ട്. ആ സവോളയും ക്യാപ്സിക്കവും സോയാ സോസൊക്കെയും ഈ ഫിഷിൽ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം.